തമ്മിലുള്ള ബന്ധത്തിലാണ്. In Acts chapter 9 we read about Saul who went to Damascus with murderous threats against the Christians. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ വിശ്വാസികൾക്കെതിരെ കുലനിശ്വസിച്ചുകൊണ്ട് പൗലോസ് ദമസ്കോസിലേക്ക് പോകുന്നത് നാം വായിക്കുന്നുണ്ട്. And then Jesus meets him and transforms him. വഴിമധ്യേ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ശൗലിനെ അഭിമുഖീകരിക്കുന്നു. അതിലൂടെ അദ്ദേഹത്തിന് വലിയ രൂപാന്തരം സംഭവിച്ചു. For 3 days he fasted and prayed. 3 ദിവസം ഉപവസിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. And there was another man called Ananias in Damascus. He was also praying. ദമസ്കോസിൽ അനനിയാസ് എന്ന പേരുള്ള മറ്റൊരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Saul was praying. ശൗൽ പ്രാർത്ഥിക്കുകയായിരുന്നു. Ananias was praying. അനനിയാസും മറുപുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And in that prayer, അവരുടെ പ്രാർത്ഥനയിൽ Jesus brings Saul and Ananias, the persecutor and the persecuted, together, and they find a new unity. ശൗൽ എന്ന് പറയുന്ന ഉപദ്രവിക്കുന്നയാളിനെയും അനനിയാസ് എന്ന് പറയുന്ന ഉപദ്രവിക്കപ്പെടുന്നയാളിനെയും പ്രാർത്ഥനയിലൂടെ ദൈവം ഒരു സ്നേഹത്തിലേക്ക്, ഐക്യതയിലേക്ക് കൊണ്ടുവരികയാണ്. During World War II, Hitler commanded all religious groups to unite so that he could control them. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലർ എല്ലാ മതവിഭാഗങ്ങളും ഒന്നായി വരണമെന്നുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അത് അദ്ദേഹത്തിന്റെ ഭരണ സൗകര്യാർത്ഥം. Among the brethren assemblies, half of them complied, half of them refused. ബ്രദറൻ സഭകളിൽ പകുതി ആളുകൾ അദ്ദേഹത്തിന്റെ കൽപ്പനയെ സ്വീകരിച്ചു, എന്നാൽ പകുതി ആളുകൾ അതിനോട് എതിർത്ത് നിന്നു. Those who went along with the evil order had a much easier time. വളരെ ദുഷ്ടത നിറഞ്ഞ ഈ കൽപ്പനയോട് അനുകൂലിച്ച് നിന്നവർക്ക് ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടായി. Those who refused faced harsh persecution. എന്നാൽ അതിനെ എതിർത്ത ആളുകൾക്ക് വളരെ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി. In almost every family of those who resisted, someone in that family died in a concentration camp. ഹിറ്റ്ലറിനോട് എതിർത്ത എല്ലാ കുടുംബങ്ങളിലും ചിലരെങ്കിലും മരണത്തിന് വിധേയപ്പെടേണ്ടതായി വന്നു. When the war was over, യുദ്ധ അനന്തരം feelings of bitterness ran deep between the two groups. ബ്രദറൻ അസംബ്ലിയിലെ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വളരെ കടുത്ത ശത്രുതയും കയ്പും അവരുടെ ഇടയിൽ മനസ്സിലുകളിൽ വേരോടിയിരുന്നു. Finally they decided that the situation had to be healed. അവർക്ക് അവസാനമായി തോന്നിയ ഒരു കാര്യം, നമ്മുടെ ഇടയിലുള്ള ഈ ശത്രുതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളത്. Leaders from each group met at a quiet retreat. രണ്ടുപേരുടെയും രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഒരു ശാന്തമായ സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടി. For several days each person spent time in prayer, examining his own heart in the light of Christ's commands. പല ദിവസങ്ങളിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ തന്നെ ഹൃദയങ്ങളെ ശോധന ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. Then they came together. പിന്നെ അവര് ഒരുമിച്ച് വന്നു. The well-known Francis Schaeffer relates this incident. He asked a friend who was there, "What did you do then?" വളരെ പ്രസിദ്ധനായ ഫ്രാൻസിസ് സേവ്യർ അവിടെ കൂടി വന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തായിരുന്നു ചെയ്തത്? And the man replied, "We were just one." അപ്പോൾ അദ്ദേഹം മറുപടിയായി പറഞ്ഞു, ഞങ്ങൾ ഒന്നും ചെയ്തതല്ല, ഞങ്ങൾ ഒന്നായിരുന്നു എന്ന് പറഞ്ഞു. As they confessed their hostility and bitterness to God and yielded to his control, the Holy Spirit created a spirit of unity among them. അവരുടെ വൈരാഗ്യവും ശത്രുതയും ദൈവമുമ്പാകെ അവർ ഇറക്കി വെച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഇടയിൽ സ്ഥായിയായ ഒരു ഐക്യതയ്ക്ക് കളമൊരുക്കുകയായി. Love filled their hearts and dissolved their hatred. അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സുകളിൽ സ്നേഹം നിറയുകയും അവർ തമ്മിലുള്ള ശത്രുത ഇല്ലാതാവുകയും ചെയ്തു. When we come together to pray, God does his miracle. നാം ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി അടുത്തു വരുമ്പോൾ ദൈവം അവന്റെ അത്ഭുതം നമ്മളിൽ നിറവേറ്റും. The other example is Peter and Cornelius in Acts chapter 10. രണ്ടാമതായി എനിക്ക് പറയാനുള്ള ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ വിവരിക്കുന്ന പത്രോസിന്റെയും കൊർന്നല്യോസിന്റെയും ചരിത്രമാണ്. A Jewish apostle and a Gentile God-fearer. യഹൂദനായിരുന്ന അപ്പോസ്തലനും വിജാതീയനായിരുന്ന ദൈവഭയമുള്ള മനുഷ്യനും. And both men were praying. അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. And God meets them in that prayer. അവരുടെ പ്രാർത്ഥനയിൽ ദൈവം അവരെ അഭിമുഖീകരിക്കുന്നു. And he brings them together in a new unity. അതിന്റെ ഫലമായി ദൈവം അവരെ രണ്ടുപേരെയും ഒരു പുതിയ തരം ഐക്യതയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. Something happens to us when we come together to pray. പ്രാർത്ഥിക്കുവാൻ നാം അടുത്തു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലത് സംഭവിക്കുന്നു. The great American Baptist preacher A.C. Dixon once said this.
AC ഡിക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് സഭയിലെ പ്രസംഗകൻ ഇങ്ങനെ പറയുകയുണ്ടായി, When we rely upon organization, we get what organization can do. നാം സംഘടനയിൽ ആശ്രയിക്കുകയാണെങ്കിൽ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് നമുക്ക് സ്വായത്തമാക്കാം. When we rely upon education, we get what education can do. വിദ്യാഭ്യാസത്തിലാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ അത് നമുക്ക് ലഭ്യമാകും. When we rely upon eloquence, we get what eloquence can do. പ്രസംഗചാതുരിയിലാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ അതിന് ചെയ്യാവുന്നത് നമുക്ക് സ്വായത്തമാക്കാം. Nor am I disposed to undervalue any of these things in their proper place. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയായ ഉപയോഗത്തിൽ വില കുറഞ്ഞതായി കണ്ടുകൊണ്ടല്ല ഇത് പറയുന്നത്. But when we rely upon prayer, we get what God can do. എന്നാൽ പ്രാർത്ഥനയിൽ നാം ആശ്രയിക്കുന്ന പക്ഷം ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് നമ്മളിലൂടെ ദൈവം ചെയ്യും. When we rely upon prayer, we get what God can do. നാം പ്രാർത്ഥനയിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് ദൈവം നമ്മിലൂടെ നിർവഹിക്കും. Therefore, our biggest challenge today is to pray ourselves into the very life and unity of the triune God. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നാം ഒരുമിച്ച് വന്ന് തൃത്വമായ ദൈവത്തിൽ കാണുന്ന ഐക്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.